ബാഡ്ജ് എങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മൾ കണ്ടിന്യൂ തുടർന്ന് പോയി കഴിഞ്ഞാൽ 613 വെച്ചിട്ട് എല്ലാ മാസവും നമ്മൾക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള 3 ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സെറ്റിംഗ്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് വരും. നമ്മൾ ഈ മുകളിലുള്ള അക്കൗണ്ട് സെന്ററിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ നമുക്കിവിടെ സബ്സ്ക്രിപ്ഷൻ കാണാൻ സാധിക്കും. ഈ സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. നമുക്കിവിടെ മെറ്റാ വെരിഫൈഡ് ബാഡ്ജ് സ്ഥലത്ത് നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ മാനേജ് സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാൻ സാധിക്കും. ഈ മാനേജ് സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ ഏറ്റവും താഴെ അടിഭാഗത്തായിട്ട് ക്യാൻസൽ സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാൻ സാധിക്കും. ഈ ക്യാൻസൽ സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു 5-6 ഓപ്ഷൻസ് നമുക്ക് നമ്മുടെ മുന്നിൽ വരും. എന്തുകൊണ്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്, അതിന്റെ റീസൺ എന്താണ്, നമ്മൾ ഇതിൽ ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. നമ്മൾ എന്ത് വേണമെങ്കിലും നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പം അവിടെ വീണ്ടും അവർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇത് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാതെ നമ്മൾ വീണ്ടും ഇവിടെ കണ്ടിന്യൂ ടു ക്യാൻസലിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ കണ്ടിന്യൂ ടു ക്യാൻസൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫീഡ്ബാക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പറയും. അപ്പോൾ അവിടെ ഫീഡ്ബാക്ക് നമ്മൾ നിങ്ങൾക്ക് എന്താണ് അവിടെ ഫീഡ്ബാക്ക് കൊടുക്കാനുള്ളത് അവിടെ കൊടുത്തിട്ട് സബ്മിറ്റ് ഫീഡ്ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മെറ്റാ വെരിഫൈഡ് ബാഡ്ജ് ക്യാൻസൽ ആവുന്നതായിരിക്കും.